ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് മാർച്ച് 5 വ്യാഴം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. 2 തരത്തിലുള്ള ശിഷ്യന്മാരെ കുറിച്ചും 2 തരത്തില് ഭവനം പണിതതിനെ കുറിച്ചും ഇന്ന് സുവിശേഷം പറയാം. ഒന്ന്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്ന ശിഷ്യഗണം. പക്ഷേ അവർക്ക് വിളി മാത്രമേ ഉള്ളൂ, പിതാവിന്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുന്നില്ല. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ദൈവം അതില് സന്തുഷ്ടനല്ല. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. പിന്നീട് ഈശോ പറയുക 2 ഭവനങ്ങളെ കുറിച്ചാണ്. ഈ ഭവനങ്ങളെ കുറിച്ച് ഈശോ പറയുന്നത് തന്നെ ഈശോയുടെ വചനങ്ങൾ ശ്രവിച്ചവർ അനുസരിക്കുന്നവരെ എടുത്തു കാണിക്കുവാനും അല്ലാത്തവർക്ക് വരുന്ന നാശം ചിത്രീകരിക്കുവാനാണ്. 2 കൂട്ടരുടെ മേലും മഴ പെയ്യുന്നുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്, കാറ്റ് വന്നുണ്ട്. നീ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ചിന്തിച്ചേക്കരുത്, എന്റെ വഴി വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല, കാറ്റുണ്ടാകത്തില്ല, കാറ്റും കോളൊന്നും ജീവിതത്തിലേക്ക്, വീട്ടിലേക്ക് ആഞ്ഞടിക്കത്തില്ല, ചിന്തിക്കത്തില്ല. പക്ഷെ ഒന്നുണ്ട്, നീ പാറമേൽ സ്ഥാപിതമാണെങ്കിൽ എന്ത് കാറ്റൂതിയാലും എന്ത് വെള്ളപ്പൊക്കം ഉണ്ടായാലും നിന്നെ അത് ബാധിക്കത്തില്ല. അല്ലെങ്കിൽ നിന്റെ വീഴ്ച വലുതായിരിക്കും. പാറമേല് പണിയുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം കേട്ടിട്ട് അതിന് വില കൊടുക്കുക എന്നല്ല. സുഹൃത്തെ, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ വചനം ശ്രവിക്കുന്ന വ്യക്തിയാണോ, കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയാണോ, അതോ ഇതിന് ജീവൻ കൊടുക്കുന്ന വ്യക്തിയാണോ? വെളിപ്പുറത്ത് അപ്പുറത്ത് നിന്റെ ഹൃദയം കർത്താവില് ചേർന്ന് നിൽക്കുന്നുണ്ടോ? വചനശ്രവണങ്ങൾക്ക് അപ്പുറത്ത് നിന്റെ പാദങ്ങൾ വചനത്തിനനുസരിച്ച് ചലിക്കുന്നുണ്ടോ? നീ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. വചനം ജീവിതത്തിലൂടെ സഞ്ചരിക്കണം. അവിടെ സ്വർഗ കവാടങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ വചനത്തിന് ജീവൻ കൊടുക്കുവാനായിട്ട്, നിന്നിൽ ഭവനം പണിതുയർത്തുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.